ക്രോക്കോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ ഡൽഹി ജന്തർ മന്ദിറിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. അതേസമയം തന്നെ അതിലോട്ട് പലവിധ ഇപ്പോൾ ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം ഒക്കെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അടക്കം സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് അടക്കം പല ഇന്ത്യ മുന്നണിയിൽ പല പാർട്ടികളുടെയും പോയി കാണുന്നു, അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അപ്പോഴും മുമ്പിലോട്ട് വെക്കുന്ന ഒരുപാട് ചോദ്യം ചിഹ്നമുണ്ട്. ഈ ക്രോക്കോച്ച് ജനതാ പാർട്ടി മുമ്പോട്ട് വെച്ച പല കാര്യങ്ങളും ഇതേവരെ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ ചർച്ചയ്ക്ക് ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് ലോക്സഭയിൽ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരുന്നു. കിരൺ റിജിജുവും അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കറും പറഞ്ഞു കഴിഞ്ഞു ചർച്ചയ്ക്ക് അവർ തയ്യാറാണെന്നുള്ളത്. പക്ഷേ അവർ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. സോനം വാങ്ചുക് ഇന്നേക്ക് 23 ദിവസമായി നിരാഹാര സമരത്തിലാണ്, ഹോസ്പിറ്റലിലാണ്. പക്ഷേ നിരാഹാര സമരം വീട്ടിൽ അഭിജിത്ത് ദീപ്കയുണ്ട് അവിടെ മറുവശത്ത് ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട്. അപ്പം ഇത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു BJP എന്തുകൊണ്ടാണ് ഈ സാധനം വിട്ടുകൊടുക്കാത്തെന്നുള്ള വലിയ ചോദിച്ചിട്ടുണ്ട്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ ആണ് നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ ഈ ആരോപണം വരുന്നത്. മാത്രമല്ല നീറ്റ്, UGC നെറ്റ്, അതുപോലെ CSIR നെറ്റ്, CUET എക്സാം പോലത്തെ പല എക്സാമുകളുടെയും ചോദ്യപേപ്പർ ലീക്ക് ആവുന്നതും. അപ്പോൾ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണം വരുമ്പോഴും ഇപ്പോഴും അതിൽ തന്നെ പിടിച്ച് തൂങ്ങി നിൽക്കുന്നു BJPയും ധർമ്മേന്ദ്ര പ്രധാനൊക്കെ. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, BJP പിടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം BJP അയഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ടാണല്ലോ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇപ്പോൾ JP നഡ്ഡ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പറയുന്ന സമയത്ത് അവർ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ടിട്ടുള്ള ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ്. അതിന് പക്ഷേ പിടിവാശിയിൽ നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തെ രാജിവെപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള അത് തോൽവി സമ്മതിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സംഗതിയിലേക്ക് പോകുമല്ലോ. അപ്പം അങ്ങനത്തെ അതൊരു ഏത് രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട് സൃഷ്ടിക്കുമെന്ന് BJPക്ക് അറിയില്ല. അതുകൊണ്ടാണ് അതിലൊരു പിടിവാശി യഥാർത്ഥത്തിൽ കാണിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം. ഇപ്പം 2014 UPA സർക്കാർ എങ്ങനെയാണ് താഴത്തിറങ്ങിയത് നമ്മളെ കറപ്ഷനെതിരെ ആര് നയിച്ച സമരം, നമ്മളെ അണ്ണാ ഹസാരെ നടത്തിയ വലിയ മൂവ്മെന്റ്, ആം ആദ്മി പാർട്ടിയൊക്കെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഒക്കെ വലിയ ഉയർച്ച അതിന്റെ ഭാഗമായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ശിഥിലമാക്കിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു ഇത്, അണ്ണാ ഹസാരയുടെ മൂവ്മെന്റ്. അവിടെ കോൺഗ്രസ് വേണ്ട രീതിയിലുള്ള അയവ് കാണിച്ചിട്ടുണ്ട്, അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്, ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാനം കോൺഗ്രസ് അപ്രത്യക്ഷമാകുന്ന കാഴ്ചയും ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളൊക്കെ ഉയർന്നു വരുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള അപകടം സംഭവിക്കുമോ എന്നുള്ള ഭയം തീർച്ചയായിട്ടും BJPക്ക് ഉണ്ട്. അതുകൊണ്ടാണ് കാത്തിരിക്കുന്നത്. പിന്നെ പൊതുവെ നമുക്കറിയാം BJP കാത്തിരിക്കുകയാണ് ചെയ്യുക. ഏത് വരെ പോകും, ആരൊക്കെ ഇതിൽ നുഴഞ്ഞു കയറും, ഏത് ഗതിയിലേക്ക് ഇത് പോകും എന്നൊക്കെ BJP യഥാർത്ഥത്തിൽ വാച്ച് ചെയ്യുകയാണ്. ആ വാച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനിയും 2-3 ദിവസത്തേക്ക് വളരെ ഡൽഹി പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത്. ഏതാണ്ട് 16ഓളം വരുന്ന മെട്രോ സ്റ്റേഷനുകളിൽ ഡൽഹിയിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതുപോലെ 20ഓളം വരുന്ന CRPF കമ്പനികളെ അവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ CJP പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അശുതോഷ് രംഗ CJP അത് ദേശീയ അധ്യക്ഷനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ ഒരു പ്രത്യേക ആഖ്യാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. നെഗറ്റീവായ മുദ്രാവാക്യങ്ങളൊന്നും ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് അശുതോഷ് രംഗ CJPയുടെ ദേശീയ വക്താവ് പറഞ്ഞിരിക്കുന്നത് ജന്തർ മന്ദറിൽ വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന 4 മുദ്രാവാക്യങ്ങളുണ്ട്. ഈ മുദ്രാവാക്യങ്ങൾ മാത്രമാണ് നമ്മൾ ഒഫീഷ്യലി അലോ ചെയ്യുന്നുള്ളൂ, മറ്റൊന്നും അലോ ചെയ്യുന്നില്ല. അതിലൊന്ന് ഭാരത് മാതാ കി ജയ് ഒന്നാണ്, രണ്ടാമത്തത് ഇൻകുലാബ് സിന്ദാബാദ് ആണ്, മൂന്നാമത്തത് ജയ് ഭീമാണ്, നാലാമത്തത് ധർമ്മേന്ദ്ര പ്രധാൻ ഇസ്തിഫ ദോ എന്നാണ് 4ാമത്തെ മുദ്രാവാക്യം. ഇതല്ലാതെ മറ്റൊരു മുദ്രാവാക്യങ്ങളും ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവർ ഒരു പ്രത്യേക ആഖ്യാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള സംഗതി അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ ഇതിൽ പല ആളുകൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു പറയുന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പം ഈ പ്രൊട്ടസ്റ്റേഴ്സ് സിഖുകാർ ഇതിൽ കടന്നുകൂടിയിട്ട് തീവ്ര സിഖ് ചിന്താഗതിക്കാർ വാളും കുറുവടിയും തോക്കും ഒക്കെ ആയി വന്നിട്ടുള്ള വിഷ്വൽസ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. പോലീസുകാരെ മർദ്ദിക്കുന്ന വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഗോദി മീഡിയ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകയുടെ ബ്രസ്റ്റിനടക്കം പിടിച്ചുകൊണ്ട് അവരുടെ കഴുത്തിനടക്കം പിടിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ CJPയെ അപകടത്തിൽ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നതൊക്കെ പറയുന്ന ഒരു ആഖ്യാനം സ്വാഭാവികമായിട്ടും BJPക്ക് രൂപപ്പെടുത്താൻ സാധിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഓൾറെഡി അറിയിച്ചിരിക്കുന്നത് നമ്മൾ ആകെ 4 മുദ്രാവാക്യങ്ങൾ മാത്രമേ ഒഫീഷ്യലി ആയിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളൂ. അതൊന്ന് ഭാരത് മാതാ കി ജയ് ആണ്, ഇൻകുലാബ് സിന്ദാബാദ് ആണ്, ജയ് ഭീം ആണ്, ധർമ്മേന്ദ്ര പ്രധാൻ ഇസ്തിഫ ദോ ആണ്. ഈ സമരത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക്
ഒരു സപ്പോർട്ട് കൊടുക്കുന്ന കുറച്ച് 3 പേരുണ്ട്. ആ 3 പേരെ നമുക്ക് ഇങ്ങനെ കാണാം. ഒന്ന് പറയുന്നത് വളരെ ജെന്യുവിനായിട്ട് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം, കംപ്ലീറ്റ് ആയിട്ട് പരിഷ്കരിക്കപ്പെടണം, ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകരുത്. ധർമ്മേന്ദ്ര ഇപ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു, ആ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് നമ്മൾ, ഉത്തരവാദിത്വം ധർമ്മേന്ദ്ര പ്രധാൻ ഏറ്റെടുക്കണം, രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം യുവാക്കളുണ്ട്, നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് തികഞ്ഞ മോദി വിരുദ്ധരായിട്ടുള്ള, BJP വിരുദ്ധരായിട്ടുള്ള, ഭരണകൂടത്തെ താഴത്തിറക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിൽ മാത്രം, അവർക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഈ ഒരു ഉദ്ദേശത്തിൽ മാത്രം ഈ സമരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അത് സ്വാഭാവികം, അങ്ങനെയാണ്. ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുമ്പോൾ എല്ലാവരും നിൽക്കുന്നു എന്നുള്ളൊരു ഒരു കോമൺ സ്ഥലമാണല്ലോ, എല്ലാവർക്കും പ്രതിഷേധിക്കാനുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ അതിന്റെ കൂട്ടത്തിൽ വരുന്നുള്ളൊരു സംഗതിയാണ്. അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ, നേപ്പാളിൽ സംഭവിച്ചതുപോലെ ഇന്ത്യയിലും സംഭവിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ഇപ്പം നിലവിൽ ഈ സമരത്തിന്റെ മുമ്പിൽ ഉള്ളത്. ഇതിൽ CJP മുമ്പോട്ട് വെക്കുന്നത് എന്താണ്? അവർക്ക് ഈ ആവശ്യമുള്ളൂ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, 1 കോടി 2 കോടി രൂപയാറ്റം ഈ കുടുംബത്തിന്, കുട്ടികളുടെ കുടുംബത്തിന്, ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് കൊടുക്കുക, സോനം വാങ്ചുക്കിനെ തിരിച്ചിവിടെ കൊണ്ടുവരിക, ഇതാണ് അവരുടെ ആവശ്യം. അല്ലാതെ ഹിന്ദുത്വ വിരുദ്ധ പ്രക്ഷോഭമോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വായിൽ മൂത്രമൊഴിക്കണം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് ഒരു പ്രതിഷേധക്കാരൻ നടത്തിയ വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലാ. ഞങ്ങൾ നരേന്ദ്രമോദിയുടെ നെഞ്ചത്ത് ചവിട്ടി നിന്ന് അദ്ദേഹത്തിന്റെ വായിൽ മൂത്രമൊഴിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആഗ്രഹമൊന്നും ആർക്കില്ല, CJPക്ക് ഒഫീഷ്യലി ആയിട്ടില്ല, ഉള്ളിലുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് ബംഗ്ലാദേശ് പോലെ, നേപ്പാൾ പോലെ, അവിടെയും ഒരു സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ഭരണകൂടം താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സമാനതകളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുന്നൊരുക്കമാണ് അല്ലെങ്കിൽ ഒരു മുൻകരുതലാണ് ഈ കാര്യം ഈ ദേശീയ വക്താവ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ആകെ ഒഫീഷ്യലി 4 മുദ്രാവാക്യങ്ങൾ മാത്രമേ ഞങ്ങളെ അലോ ചെയ്യുന്നുള്ളൂ. അവർ ഒരു പ്രത്യേക ആഖ്യാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഭാരത് മാതാ കി ജയ്, ഇൻഗുലാബ് സിന്ദാബാദ്, ജയ് ഭീം, ധർമ്മേന്ദ്ര പ്രധാൻ ഇസ്തിഫാദോ, ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് മാത്രമല്ല, ഒന്ന് BJP ധർമ്മേന്ദ്ര പ്രധാൻ ആരാണെന്നുള്ളത് നോക്കണം. അദ്ദേഹം BJPക്കാരനല്ല, അദ്ദേഹം RSSകാരനാണ്. സ്വാഭാവികമായിട്ടും RSSന്റെ ഒരു നേതാവിനെ പെട്ടെന്ന് BJP കയ്യിൽ നിന്ന് എടുത്ത് കളയാന്ന് പറയുന്നത് അത്ര സാധ്യമായൊരു കാര്യമല്ല. മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ RSSന്റെ ഏറ്റവും വലിയ ഫണ്ടറാണ്. മാത്രമല്ല ഈ 2024 ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ BJPക്ക് സീറ്റ് കിട്ടിയത് ഒഡീസയിൽ നിന്നാണ്. ഇതേ ഒഡീസക്കാരനാണ് അദ്ദേഹം. അപ്പോൾ ഇത്തരത്തിൽ BJPക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത നേതാവായതുകൊണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് RSSന്റെ അനുഷ്ഠാനങ്ങൾക്ക് അതീതമായി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലിയ തരത്തിൽ തിരിച്ചടി BJPക്കോ. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP അതിന് ഒരുങ്ങില്ല എന്നുള്ളത് സത്യമാണ്. അത് പെട്ടെന്നൊന്നും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു BJPക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. കാരണം അവരുടെ പ്രധാനമന്ത്രി, എൻ്റെയും നിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെയും പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അടക്കം ചോദ്യം ചെയ്ത് വലിയ തരണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഈ വിഷയം ബന്ധപ്പെട്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ സർട്ടിഫിക്കറ്റ് കാണിക്കണം, അല്ലെങ്കിൽ കൂടെ പഠിച്ച ഒരാളുടെ പേരെങ്കിലും പറയണം, യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു ബാച്ച് ഏതാണെന്ന് പറയണം. ഇതൊക്കെ ചോദിച്ചപ്പോൾ കോടതിയിൽ നേരിട്ട് കോടതി പറഞ്ഞത് ഇത് രാജ്യസുരക്ഷയെ ബന്ധപ്പെട്ട കാര്യമാണല്ലോ. ഒരു പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് രാജ്യസുരക്ഷ എന്ന് പറയുന്ന അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ഈ സമരം നടത്തുമ്പോൾ ആർക്കെതിരെയാണ് നടത്തുന്നുള്ളതും അതിന്റെ വാലിഡിറ്റി ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്ന ഒരു വിഭാഗമാണോ എന്നുള്ളത്. കാരണം വിദ്യാഭ്യാസത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന, ഇത്തരത്തിൽ വർഗീയത മാത്രം വശനിപ്പിക്കുന്ന അത്ര ഐഡിയോളജി മാത്രം ഇതിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ശതമാനം ഹിന്ദു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. അവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഹിന്ദുക്കളാണ്, പക്ഷെ ഞങ്ങളൊരു മോദിയുടെ ഹിന്ദു അല്ല ഞങ്ങൾ എന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത്. അപ്പം ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു BJP പ്രൊപ്പഗൻഡ നന്നായിട്ട് ഇതിൽ നടക്കുന്നുണ്ട്. അവരുടെ കൈവിട്ട് പോകുമെന്നുള്ള പേടിയായിരുന്നു നന്നായിട്ടുണ്ട്. കാരണം പല രാജ്യങ്ങളിൽ സാധനം നടന്നതാണ്. യുവാക്കൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അവരെ പുറത്തെടുത്ത് എറിയാൻ പറ്റും എന്നുള്ളത് സത്യമാണ്. കാരണം എല്ലാ വീട്ടിലും ഒരു യുവാവ് ഉണ്ടാവും. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തി പഠിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളില്ലാത്ത ഒരു വീടുണ്ടാവില്ല, അത് വളരെ റയറായിരിക്കും. അപ്പോൾ അവരുടെ കുട്ടികളുടെ ഭാവി ആലോചിച്ചിട്ടെങ്കിൽ അവർ ഈ വിഷയം ഭയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഭഗത് സിംഗ് പറഞ്ഞ ഒരു കോട്ടാണ് ഇവിടെ പറയാനുള്ളത്, ഹെയ്റ്റ് ദ സിസ്റ്റം ബട്ട് ഡോണ്ട് ഹെയ്റ്റ് ദ കൺട്രി. അപ്പം ഇവിടെ അതാണ് യഥാർത്ഥത്തിൽ ആ സിസ്റ്റത്തിൽ ആരിയ്ക്കുന്നു എന്നുള്ള ചോദ്യമാണ്. ഹേറ്റ് ദ സിസ്റ്റം, നോട്ട് ഓൺലി ദ സിസ്റ്റം, ദോസ് ഹു ആർ റെപ്രസെന്റിംഗ് ദാറ്റ് സിസ്റ്റം. അതെ, ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ. അല്ല, ഇവിടെ അതാണ് പ്രശ്നം. ഇവിടെ നുഴഞ്ഞു കയറുന്നു, അല്ലെങ്കിൽ മറ്റാളുകൾ ഇപ്പം ബംഗ്ലാദേശ് പോലെ, നേപ്പാള് പോലെ ഒരു സമരമായിട്ട് ഇത് മാറണോ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത്തരത്തിൽ വിവരവും വിദ്യാഭ്യാസവും വിവേകവും പക്വതയും ഇല്ലാത്ത ഒരു കൂട്ടം രാജ്യത്തിന്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുകയും വിദ്യാഭ്യാസത്തിന്റെ ക്ലീൻ ദ സിസ്റ്റം, ക്ലീൻ ചെയ്യണമെങ്കിൽ എന്താ വേണ്ട, അവിടെ ഇരിക്കുന്നവരെടുത്ത് റിമൂവ് ചെയ്യണം എന്നുള്ളതാണ്. അത് ആരൊക്കെ വരും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി, വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത പ്രധാനമന്ത്രി എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വലിയ തരത്തിൽ ചോദ്യം ചെയ്ത് ഇന്നേ വരെ തെളിയിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ല,
പല കാര്യങ്ങളിൽ ഇപ്പം ബീഹാറിൽ തന്നെ അവരുടെ ഒരു പിന്നെ BJP നേതാവ് പറഞ്ഞത് സ്ത്രീകളൊന്നും ഇനി വീട്ടിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല, എത്രയൊക്കെ പഠിച്ചാൽ മതി എന്നുള്ള. അപ്പം ഇത്തരത്തിൽ മനോഭാവമുള്ള കാഴ്ചപ്പാടുള്ള ഒരു വിഭാഗമാണ് BJP-ക്കാർ. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അത് ഒരിക്കലും നാഷനെതിരാവരുത്. ഈ കൺട്രിയെ വലിയ ലാഭ കലുഷിതമാക്കിക്കൊണ്ട് പോകുന്ന ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം രാജ്യം അവിടെ നിൽക്കണം, ഇത് കഴിഞ്ഞാൽ വീണ്ടും എല്ലാവരും ഇവിടെ ജീവിക്കേണ്ടതാണ്, മതസ്പർദ്ധ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ BJP ഇത് പലതരങ്ങളിലോട്ട് ആംഗിളിലൂടെ ഈ സാധനം തിരിക്കാൻ നോക്കുന്നുണ്ട്. ഒന്ന്, രാജ്യദ്രോഹ കുറ്റങ്ങൾ എവിടെ എന്ത് തൊട്ട് കഴിഞ്ഞാലും ഇന്ത്യയിൽ രണ്ട് പ്രക്ഷോഭം വലിയ തരത്തിൽ പോയിട്ടുള്ളൂ. ഒന്ന് കർഷക സമരം, അതിനുശേഷം വന്ന CAA NRC, അത് എവിടെ എത്തിയില്ല. പക്ഷെ കർഷക സമരം BJP ആദ്യമായിട്ട് യൂട്ടേൺ എടുത്തിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൽ 2014 മുതൽ ഒരു വർഷം സമരമായിരുന്നു. അതെ, അത് അവർ കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. അവർ ഒറ്റയടിക്ക് എല്ലാവരും കൂടെ വന്നതല്ല ചെയ്തത്. അവർ 3 മാസത്തെ ഇടവേള ഒന്നാമത്തെ ടീം വരുന്നു, ഇവർ പോകുമ്പോൾ രണ്ടാമത്തെ ടീം വരുന്നു, ഇവരും ക്ഷണിച്ച് പോകുമ്പോൾ മൂന്നാമത്തെ ടീം വരുന്നു. അപ്പൊ കൃത്യമായ സിസ്റ്റമാറ്റിക്കോട് കൂടിയുള്ള ഒരു സമരമാണ് അവർ തുടങ്ങിയത്. ഈ പറഞ്ഞ പോലെ ക്രൊക്കോ ജനതാ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച അതാണ്. എല്ലാവരും കൂടെ ഒറ്റയടിക്ക് വരുന്നതിന് പകരം തീർച്ചയായിട്ടും എന്തായാലും BJP-യുടെ കയ്യിൽ നിന്ന് ഈ സമരം കൈവിട്ടു പോയിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. നേരത്തെ തന്നെ ഇതിനെ കൃത്യമായ രീതിയിൽ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചിട്ട്, കാരണം അദ്ദേഹം രാജിവെക്കണം എന്ന് പറയുന്നതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ന്യായമുള്ളൊരു കാര്യമാണ്. അത് ആ ആവശ്യം പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ സംഗതിയിലേക്ക് അത് പോകില്ലായിരുന്നു. ഇതിപ്പോൾ എന്തായാലും കൈവിട്ട അവസ്ഥയിലേക്കാണ്. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെപ്പിക്കുമോ? എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം രാജിവെക്കുന്നുള്ളൂ. പക്ഷെ ഒരു നിവൃത്തിയും പല നിവൃത്തി ഇല്ലാണ്ടാവുമ്പോൾ, കാരണം UP അടക്കമുള്ള പല സംസ്ഥാനങ്ങൾ, അത് RSSനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അപ്പം അതിൽ തന്നെ വലിയ വിവാദം നടക്കുന്നത് RSS അടക്കം അറിഞ്ഞുകൊണ്ടാണ് BJP-യിലെ അയോധ്യയിലെ കൊള്ള പുറത്തോട്ട് വിട്ടത് എന്നുള്ളത്. കാരണം മോദിന്റെ അതിന്റെ പിന്നിൽ വേറൊരു സാധനം, ഇത്രയും കാലം ഈ CJP-യെ സ്പോൺസർ ചെയ്തിരുന്നത് RSS ആണ്, BJP ആണെന്ന് പറഞ്ഞിട്ട് ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. കോൺഗ്രസ് വരെ അതുകൊണ്ട് സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനൊക്കെ ഫേസ്ബുക്കിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായി. സമാധാനമായി, അങ്ങനെയെങ്കിലും രാഹുൽ ഒരു സമരത്തിന് പങ്കെടുത്തല്ലോ, ഭാഗ്യമായി കാണാൻ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഈ എന്തായാലും ഇതിന്റെ ബാക്കിൽ ആരാണ്? കാരണം വെറും 2 മാസം കൊണ്ടാണ് ഇവർ ഈ രീതിയിലേക്ക് വ്യാപിച്ചത്. അവർക്ക് ഇപ്പം ഡൽഹിയിൽ വലിയ പ്രതിഷേധം നടത്താൻ പറ്റി. ആരാണ് ഇവരെ ബാക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ളൊരു സംഗതിയാണ്. ഇവർക്ക് നിസ്സാരപ്പെട്ടിട്ടുള്ള സപ്പോർട്ടല്ല പുറകിൽ നിന്ന് ലഭിക്കുന്നത്. അതെന്തായാലും രാജ്യവിരുദ്ധ ശക്തികളാണ് ഇവരെ ബാക്ക് ചെയ്യുന്നത് എന്ന് കരുതുന്നില്ല. ആ ബാക്ക് ചെയ്യുന്നവർക്ക് എല്ലാവിധ പിന്തുണയും സിസ്റ്റം ക്ലീൻ ചെയ്യുക തന്നെയാണ് വേണ്ടത്.